വിശദമായ വാർത്തകളിലേക്ക്. ലഹരിയെ ഒന്നിച്ചു നിന്ന് നേരിടാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പുതുതലമുറ വല്ലാതെ അസ്വസ്ഥരാണ്. എല്ലായിടത്തും മത്സരമാണ്. ഒപ്പമുള്ളവനെ തോൽപ്പിച്ചേ മതിയാകൂ എന്ന ചിന്താഗതിയാലാണ് അവർ. കളിച്ചു വളരേണ്ട പ്രായത്തിൽ അതിന് കുട്ടികളെ അനുവദിക്കുന്നില്ല. സിനിമ വലിയ തോതിലുള്ള ദുസ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലായിടത്തും കടുത്ത മത്സരമാണ്. എൻട്രൻസിന് മത്സരം, ഇന്റർവ്യൂവിന് മത്സരം, തൊഴിൽ കിട്ടാൻ മത്സരം, തൊഴിലിൽ പിടിച്ചു നിൽക്കാൻ മത്സരം, സഹോദരങ്ങൾ തമ്മിൽ മത്സരം, ഇങ്ങനെ എവിടെയും മത്സരം. ഇതിന്റെ ഭാഗമായി ഈ മത്സരത്തിന്റെ അന്തരീക്ഷം കുട്ടിയിലുണ്ടാക്കുന്നത് എന്താ? ഒപ്പമുള്ളവൻ ശത്രുവാണോ എന്നൊരു ബോധത്തിലേക്ക് കുട്ടി മാറുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് ഒരേ മനസ്സോടെ ഇതിനെ ഒരുമിച്ച് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. സർക്കാരാണ് അതിന് മുൻകൈ എടുക്കേണ്ടതെന്നത് ശരിയാണ്. സർക്കാർ ആ മുൻകൈ എടുക്കും. ഇക്കാര്യത്തില് അധ്യാപകരുണ്ട്, രക്ഷിതാക്കളുണ്ട്. അവർക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ യുവജന സംഘടനകളുണ്ട്, വിദ്യാർത്ഥി സംഘടനകളുണ്ട്, സിനിമ, സാംസ്കാരിക, മാധ്യമ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, നമ്മുടെ പൊതുവായി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നവരുണ്ട്, സാമൂഹ്യ ശാസ്ത്രജ്ഞരുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു വിശാലമായ ആലോചനാ യോഗം നടക്കണം. അതിന്റെ ഭാഗമായി കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്ന് തീരുമാനിക്കണം. അതോടൊപ്പം സർക്കാരിന്റെ ഭാഗമായി സ്വീകരിക്കേണ്ട നടപടികൾ, അത് സ്വീകരിച്ച നടപടികൾ ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് ഫലപ്രദമായി സ്വീകരിച്ച് പോവുകയും ചെയ്യും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, മുഖ്യമന്ത്രി പറഞ്ഞതിൽ വസ്തുതകൾ ഏറെയുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷമടക്കം സർക്കാരിനൊപ്പം നിന്നാലേ ഇത്തരത്തിലൊരു ഈ അക്രമങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിന് തടയിടാൻ സാധിക്കൂ. അതിന് നിരവധി പദ്ധതികൾ അടക്കം രൂപീകരിക്കേണ്ടതുണ്ട് അല്ലേ? തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള വിമർശനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. സർക്കാരിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നടക്കമുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. ഏതായാലും ഈ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ തന്നെ പ്രത്യേകിച്ച് പറയുന്ന ഉപദേശം കൊടുത്താൽ മാത്രം പോരാ, പകരം ഇതിനെ നടപടിയെടുക്കണം, ഇതിനെല്ലാം നേരിടേണ്ട അവസ്ഥയാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവടക്കം പറയുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാത്തതാണ് അക്രമം ഉയരുന്നതെന്ന വാദം തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാത്തതല്ല, അതുള്ള ക്യാമ്പസുകളിൽ പോലും റാഗിംഗ് അടക്കം നടക്കുന്നുണ്ട്. കുറ്റകൃത്യങ്ങളെ രീതി മാറി വരികയാണ്. അക്രമം മറച്ചുവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വിദ്യാലയങ്ങളുടെ പേര് കെട്ടുപോകാതിരിക്കാൻ അക്രമം മറച്ചുവെക്കുന്നു. പോലീസിന് പരാതി കിട്ടിയാൽ മാത്രമാണ് ഈ കേസുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളിലിടയിലാണ് കുട്ടികളും അതോടൊപ്പം ഈ വിദ്യാർത്ഥികൾ കോളേജിലുമൊക്കെ വലിയ രീതിയിൽ ലഹരി ഉപയോഗം വ്യാപകമായി ഉണ്ടാകുന്നു. അക്രമങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വരുന്നു. വീട്ടിലുള്ളവരെ പോലെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതീവ ഗൗരവമായാണ് വിഷയം കാണേണ്ടതെന്ന് പറയുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഇതിന് നൽകിയ മറുപടി അതീവ ഗൗരവമായ വിഷയമായി തന്നെയാണ് കാണുന്നത്. ഫെബ്രുവരി 22 മുതൽ മാർച്ച് 1 വരെ ഡി ഹണ്ട് പോലീസ് നടപ്പാക്കി. ഡ്രഗുമായി ബന്ധപ്പെട്ട, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നടപടികളായിരുന്നു. 17,000-ലധികം പരിശോധന നടത്തി. 2,300-ലധികം പേരെ അറസ്റ്റ് ചെയ്തു. കഞ്ചാവ്, ഹാഷിഷ്, ലഹരി മരുന്നുകൾ, മറ്റു പദാർത്ഥങ്ങളെല്ലാം പലയിടങ്ങളിൽ നിന്ന് പിടികൂടി. എന്നാൽ ഇതെല്ലാം പിടികൂടുന്നുണ്ട്. സോഴ്സുകൾ കണ്ടെത്താൻ, ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം നടന്നു വരുന്നതായി മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. മയക്കുമരുന്ന് കേസുകളിലെ ശിക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ട ശിക്ഷ ഏറ്റവും കൂടുതലും ലഭിക്കുന്നത് കേരളത്തിലാണ്. 98% കേസുകളിലും ശിക്ഷ നേടിക്കൊടുക്കുന്നു. അതായത് ഇത് കൃത്യമായി കാര്യക്ഷമമായാണ് പോകുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. എൻഫോഴ്സ്മെന്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ലഹരി തടയാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്. അതിന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. റാഗിംഗ് ഒഴിവാക്കാനുള്ള കൂടുതൽ ശക്തമായ ആന്റി റാഗിംഗ് നടപടികൾ കൂടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അതിന് എല്ലാം ഉപരി മുഖ്യമന്ത്രി ഒന്നിച്ചു നിൽക്കണമെന്ന് പറയുന്ന മറ്റൊരു കാര്യത്തിലാണ്. നമ്മുടെ സംസ്ഥാനത്തെ കുട്ടികളുടെ യുവതലമുറ അസ്വസ്ഥരാണ്. എല്ലായിടത്തും മത്സരമാണ് ഉണ്ടാകുന്നത്. എല്ലായിടങ്ങളിലും മത്സരിച്ച് ജയിക്കുക, എതിരെ നിൽക്കുന്നവർ ശത്രുവാണെന്നുള്ളൊരു മനോഭാവമാണ് ഉണ്ടാകുന്നത്. ഒപ്പമുള്ളവർ ശത്രുക്കളാണ് എന്ന മനോഭാവം വളർന്നു വരുന്നു. ഇത്തരമുള്ള ചിന്ത കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ്. അജ്ഞാതരായ ശത്രുവിനോട് പോരാടുന്ന ഒരു അവസരവും കളയരുത് എന്ന് കുട്ടികളിൽ വളർന്നു വരുന്നുണ്ട്. കളിച്ചു വളരേണ്ട പ്രായത്തിൽ അത് അനുവദിക്കുന്നില്ല. എല്ലാം പഠനമായി മാത്രം ഉയരുന്നു. വീട്ടുകാരും ഇതിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിലെല്ലാം
കുട്ടിയുടെ ബാല്യകാലം ഇല്ലാതാവുകയും മനസ്സ് തന്നെ പ്രത്യേക അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നതാണ്. കുട്ടിയോടൊപ്പം സങ്കടവും സന്തോഷവും പങ്കിടാൻ ചില കുടുംബങ്ങളിൽ ആരുമില്ല എന്ന് അടക്കം പറയുന്നുണ്ട്. ഓരോരുത്തരും അവരുടേതായ സ്വകാര്യ ലോകത്തിലാണ്. കുട്ടിക്ക് വരുന്നത് വല്ലാത്ത അനാഥ അവസ്ഥയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം വീട്ടുകാരും ഒപ്പം ഈ സമൂഹം മുഴുവൻ ഒന്നിച്ച് നിൽക്കണമെന്നാണ് പറയുന്നത്. സിനിമ വൻതോതിലുള്ള ദുസ്വാധീനം ഉണ്ടാകുന്നു. അതായത് കുട്ടികൾ സിനിമയും സീരിയലും കണ്ട് സ്വാധീനിക്കപ്പെടുന്നു, വളരെ മോശമായ രീതിയിലേക്ക് മാറുന്നു, വയലൻസ് ആഘോഷിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു. പഠനം ജീവിതത്തിൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് മാത്രം കാണുന്ന സാഹചര്യത്തിൽ കടന്നു. മനുഷ്യരായി മാത്രം വളരണം എന്നുള്ള ചിന്ത ഇല്ലാതെയായി എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ തന്നെ വ്യക്തമാണ് നമ്മുടെ നാട്ടിലെ സാഹചര്യം യുവതലമുറയെ കൂടി മെച്ചപ്പെടുന്ന രീതിയിലേക്ക് വാർത്തെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഈ സമൂഹമായാലും എല്ലാവർക്കും ഉണ്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ ലഹരി മാഫിയെ തടയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഈ കോളേജുകളിലെ റാഗിംഗ് നടപടികളെ ശക്തമായി എതിർക്കുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് നടന്ന ചർച്ചയിൽ ഇക്കാര്യങ്ങളാണ് വ്യക്തമായി പറയുന്നത്. ഏതായാലും ഒരു തീരുമാനത്തിലേക്ക് കടക്കും എന്നുള്ള സൂചനകളാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. കാളിദാസൻ. ശരി, വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.